എന്തിനാണ് മിലിറ്ററി പാരാമിലിറ്ററി എന്നിങ്ങനെ രണ്ട് സിസ്റ്റം? മിലിറ്ററിയെ കുറിച്ച് കൗണ്ടർ ബാലൻസ് ചെയ്യാനോ അട്ടിമറ സാധ്യത കുറയ്ക്കാനുമാണോ ഗവൺമെന്റ് പാരാമിലിറ്ററി നിലനിർത്താൻ എന്ന് പറയുന്നത് ശരിയാണ്? മിലിറ്ററിയും പാരാമിലിറ്ററിയും വേണ്ടി വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പാരാമിലിറ്ററി എന്ന് പറഞ്ഞാൽ സായുധ സേനയാണ്, സശസ്ത്ര അല്ലെ, സശസ്ത്ര. അപ്പം പാരാമിലിറ്ററി പോലീസിനേക്കാൾ അത് ക്രമസമാധാനം അതുപോലെ തന്നെ ഈ അതിർത്തിയിലെ യുദ്ധം, വാറും ക്രമസമാധാനത്തിനും ഇടയ്ക്കുള്ള ഒരു ഗ്രേ ഏരിയ ഉണ്ടല്ലോ പല കാലഘട്ടത്തിൽ. ഒരു സൈന്യത്തിന്റെ അച്ചടക്കവും സൈന്യത്തിന്റെ ഏകോപനവും ഷാർപ്പ്നെസ്സും ആവശ്യമുള്ളതും, എന്നാൽ യുദ്ധം അല്ല പ്രധാനമായിട്ട്, മറിച്ച് ആഭ്യന്തര സുരക്ഷ. അതായത് ഏതൊരു രാജ്യത്തിനും രണ്ടു തരം ശത്രുക്കൾ ഉണ്ടല്ലോ. ഒന്ന് രാജ്യത്തിനുള്ളിലുള്ള ചിത്രശക്തികൾ, സെപ്പറേറ്റിസ്റ്റുകൾ, ഭീകരന്മാര്. പിന്നെ അതുപോലെ ഉണ്ടാകുന്ന നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം. ഇവിടെയൊക്കെ പോലീസ് അവരത്രയും ഒരു ട്രെയിൻഡ് അല്ല. കള്ളനെ പിടിക്കുന്ന പോലീസ് അല്ലെന്നുണ്ടെങ്കിൽ ട്രാഫിക് നോക്കുന്ന പോലീസ്, അല്ലെങ്കിൽ എസ്കോർട്ട് പോകുന്ന പോലീസ്, അവർക്ക് ഇത് ചെയ്യാനായിട്ട് അവർ ആ ലെവലിലുള്ളതല്ല. ഇതൊരു വേറെ ഗ്രേഡിലുള്ളതാണ്. അതാണ് പാരാമിലിറ്ററി ഫോഴ്സിന്റെ അടിസ്ഥാനം. അവരൊരു ഒരു സേന പോലെ തന്നെയാണ് ശരിക്കും. പാരാ മിലിറ്ററി സെമിയാണ്. മിലിറ്ററി ആണെന്ന് ചോദിച്ചാൽ മിലിറ്ററി ആണ്, മിലിറ്ററി അല്ലെന്ന് ചോദിച്ചാൽ മിലിറ്ററി അല്ല. ഇനി യുദ്ധം വളരെ കൊടുമ്പിരി കൊള്ളുന്ന അവസരമൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സേനയ്ക്കെല്ലാം ഭയങ്കര പരാജയമൊക്കെ വന്നു കഴിഞ്ഞാൽ അവസാനം ഇവരും യുദ്ധമുഖത്തേക്ക് ചേരേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ BSF തന്നെ നമ്മുടെ ബോർഡറിലാണല്ലോ നിൽക്കുന്നത്. BSF ആക്ച്വലി ഇതേ പട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഗാർഡ് ചെയ്യുന്ന, വിജിൽ ചെയ്യുന്ന സേനയാണ് ഈ BSF എന്ന് പറയുന്നത്. അപ്പൊ BSF യുദ്ധസമയമാകുമ്പോൾ അവർ പിന്മാറും. അവർ പുറകോട്ടിറങ്ങിയിട്ട് ആർമി ആണ് മുന്നോട്ട് കയറുന്നത്. അപ്പൊ അതുവരെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയും.